ഒരുപാട് സന്തോഷം. ബഹുമാനപ്പെട്ട ഫാദർ ബോബ് അച്ഛൻ, തെക്കുമുറി അച്ഛൻ, തോമസ് അച്ഛൻ, ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സിസ്റ്റർ റോസിറ്റ CMC, PTA പ്രസിഡന്റ് സിസ്റ്റർ ജോസ്നി, മനഃപൂർവ്വം പറയാതിരുന്നിട്ടില്ല. വേദിയിലിരിക്കുന്ന മറ്റ് മഹത് വ്യക്തികളെ, സുഹൃത്തുക്കളെ, ഇവിടുത്തെ കുട്ടികളെ, രക്ഷിതാക്കളെ, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ വരുന്നത് ഒരുപാട് ദൂരെ നിന്നാണ്, മലപ്പുറം ജില്ലയിൽ നിന്നാണ്. ഇന്നലെ പുറപ്പെട്ടതാണ്, ഇന്നാണ് ഇവിടെ എത്തിയത്. അതായത് ഇവിടുത്തെ ഒരു പ്രകൃതിയുടെ അന്തരീക്ഷം കണ്ടപ്പോൾ തന്നെ വളരെയധികം സന്തോഷം തോന്നി. ഇത്രയും ഉള്ളിൽ ഇവിടെ ഒരു സ്കൂള്, അതിൻ്റെ ഒരു മാനസികമായിട്ടുള്ള ഉല്ലാസം, ഇവിടെ പഠിക്കുന്ന കുട്ടികൾ, അതിൻ്റെ ഒരു റിസൾട്ട് നമ്മുടെ LED വാളിൽ കണ്ടപ്പോൾ ഇത്രയും മനോഹരമായിട്ട് ഓരോ വിശേഷ ദിവസങ്ങളിലും കുട്ടികൾ ഇവിടെ ഇങ്ങനെയുള്ള കാര്യപരിപാടികൾ നടത്തുന്ന അറിഞ്ഞപ്പോൾ ഞാൻ പല സ്കൂളിലും പല പരിപാടികൾ പഠിപ്പിക്കാൻ പോകുന്ന ആളാണ്. നാടകമായിട്ടും മൈമായിട്ടും അതുപോലുള്ള കാര്യങ്ങൾ മോണാക്റ്റൊക്കെ പഠിപ്പിക്കാൻ പോകാറുണ്ടെങ്കിൽ പോലും എത്ര മനോഹരമായിട്ടാണ് ഇവിടെയുള്ള കുട്ടികൾ ഇവിടെ ഈ LED വാളിൽ ഞാൻ ഇന്നത്തെ വിശേഷ ദിവസങ്ങൾ കളിക്കുന്നത് കണ്ടപ്പോൾ മനസ്സുകൊണ്ട് അവരെ ബഹുമാനിച്ചു പോയി. ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം. അതിൻ്റെയൊക്കെ പിന്നിൽ ചിലപ്പോൾ പഠിപ്പിക്കാൻ വന്ന ആളുകളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ ഒരു പരിശ്രമം ഉണ്ടായിരിക്കാം. ആ നല്ല ടീച്ചർമാർക്കും നല്ലൊരു കയ്യടി കൊടുക്കാം. കൂടാതെ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് വരുന്ന രക്ഷിതാക്കളായിരിക്കണമല്ലോ അവരൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത്. രക്ഷിതാക്കളുടെ പ്രോത്സാഹനം ഇല്ലെങ്കിൽ കുട്ടികൾ ഒരിക്കലും ഇങ്ങനെ എത്തില്ല എന്നറിയാം. ആ രക്ഷിതാക്കൾക്ക് ഹൃദയം നിറഞ്ഞൊരു കയ്യടി കൊടുക്കാം. ഞാനിങ്ങനെ പ്രസംഗിക്കാറൊന്നുമില്ല. ഞാൻ സാധാരണ പോകുന്നത്, സ്കൂളിൽ പോകുന്നത് കുട്ടികളെ കൊണ്ട് എന്തെങ്കിലും കളികൾ കളിപ്പിക്കാനോ അല്ലെങ്കിൽ അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യാനോ അവർക്ക് മോട്ടിവേഷൻ കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് പോകാറുള്ളത്. പക്ഷെ ഇവിടെ എത്ര കുട്ടികൾ ഇപ്പോൾ ഇരിക്കുന്നുണ്ട്? ഈ സ്കൂളിലെ കുട്ടികൾ ഇരിക്കുന്നുണ്ട്? ഒന്ന് കൈ വെക്കോ? അത്രേ ഉള്ളൂ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ, ഞാൻ സംസാരിക്കുന്നില്ല, നമുക്കത് ഇൻട്രാക്ട് ചെയ്യാം. റെഡിയാണോ? അത് നല്ലൊരു റിയാക്ഷൻ തന്നെ. രക്ഷിതാക്കൾക്കും അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നന്നായിട്ട് റിയാക്ട് ചെയ്ത് ചോദിക്കുന്നതിന് മറുപടി ഇങ്ങോട്ട് പറയാം. അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് നേരം സംസാരിക്കാം. കാരണം ഇവിടെ വളരെ മനോഹരമായിട്ട് രണ്ട് അച്ഛന്മാരും അതുപോലെ തന്നെ റോസിറ്റ അധ്യക്ഷയും അതുപോലെ നമ്മുടെ സ്വാഗത പ്രാസംഗികനൊക്കെ സംസാരിച്ചു വളരെ മനോഹരമായിട്ട്. ഞാൻ സംസാരിക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഇൻട്രാക്ട് ചെയ്യാം. റെഡിയാണോ? അങ്ങനെ ചിലർ കൈങ്ങനെ എടുക്കോ? എല്ലാവരും രക്ഷിതാക്കളും അധ്യാപകരും എല്ലാവരും റെഡി? 1 2 3 യെസ് എന്ന് പറയണം. റെഡി? 1 2 3. ആ, അടിപൊളി. ഇനി ഞാനൊന്ന് മൈക്ക് കയ്യിലെടുക്കുന്നു കേട്ടോ. ഇത് ഓക്കെയാണോ? മൈക്ക് ഓക്കെയാണോ? ഒന്നും കൂടെ നമുക്ക് ഇവിടെ എന്തെങ്കിലും ചീത്ത എനർജികളൊക്കെ ഉണ്ടെച്ചാൽ നമുക്ക് ആ എനർജിയെ ഇവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ റെഡി? 1 2 3 ഒന്നും കൂടെ എല്ലാവരും കേട്ടോ. റെഡി അല്ലേ എല്ലാവരും? അച്ഛൻ ഒന്ന് നോക്കാം, പ്രസിഡന്റ് നോക്കാം. ഒന്ന് കൈ ഇങ്ങനെ നോക്കുക. ഭയങ്കര ഉച്ചത്തിലായിരിക്കണം. റെഡി? 1 2 3. അടിപൊളി. ഇനി ഇന്നത്തെ ദിവസം എനിക്ക് ഇവിടെ വന്നതിൽ തിരിച്ചു പോകുന്ന സമയത്ത് ഒരുപാട് ഓർമ്മകളായിട്ട് പോകാം കേട്ടോ. അപ്പൊ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയാസ് എനിക്കൊന്നുമില്ല. നിങ്ങൾ എല്ലാവരും കൂടെ റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും കൂടി ഒരു കൈ മേടിക്കാം. ഫാദേഴ്സ് റെഡിയാണോ? അച്ഛന്മാർ റെഡിയാണോ? അമ്മമാർ റെഡിയാണോ? ഒന്ന് പറയോ? എന്താ മിണ്ടാത്തേ? ആ, ഓക്കെ ആണെങ്കിൽ ഓക്കെ. എല്ലാവരും നന്നായിട്ട് കൈയടിക്ക്. ഒന്നുകൂടെ. ഈ കൈയടിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറഞ്ഞത്. രണ്ട് കൈകളോടെ കൂട്ടിമുട്ടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് റിയാക്ഷൻസ് നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഒന്നുകൂടെ കൈയടിക്കാം. ഇനി ഞാൻ 1 എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യം കൈയടിക്കണം. ഓക്കെ ആണോ എല്ലാവരും? 1. ഇനി 2 എന്ന് പറയുമ്പോഴോ 1 പ്രാവശ്യം മതി. 1 2. അതാണ് മലയാളീസ് എന്ന് പറയുന്നത്. 2 എന്ന് പറയുമ്പോ 1 പ്രാവശ്യം മതി കേട്ടോ. 2 1 പ്രാവശ്യം. 2 1. ഇനി 3 എന്ന് പറയുമ്പോഴോ 4 പ്രാവശ്യം. 3. ടൈമിങ് കേട്ടോ. 3 2 1.
ഓക്കെ, റെഡി ആണല്ലോ. ഇനി രണ്ട് കാര്യങ്ങൾ കൂടുതൽ പറയാം. ഞാൻ ഡിങ്ക എന്ന് പറയും, ഡിങ്ക. അപ്പൊ എല്ലാവരും എന്ന് നീട്ടിട്ട് ഇരിക്കുക, ഡിങ്ക ഡിങ്ക എന്ന് പറഞ്ഞ് നീക്കുക, ഡിങ്ക ഡിങ്ക എന്ന് പറഞ്ഞ് ഇരിക്കുക എല്ലാവരും. ഓക്കെ, ഇടല്ലേ എല്ലാവരും നീക്കണേ. ഡിങ്ക 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 എന്ന് പറയണം. ഡിങ്ക ഡിങ്ക എന്ന് പറയും, ഡിങ്ക ഡിങ്ക ഇരിക്കുക എല്ലാവരും. എല്ലാവരും രസമല്ലേ? എല്ലാവരും ഇരിക്കുക. റെഡി? 1 2 3 ഡിങ്ക 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 എന്ന് പറയാൻ നീക്കുക, ഡിങ്ക ഡിങ്ക എന്ന് പറഞ്ഞിരിക്കുക. ഓക്കെ 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 ഓക്കെ. ഞാൻ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതിങ്ങനെ ചെയ്തുകൊണ്ട് നമ്മൾ പോകും. അങ്ങനെ കുറേ എണ്ണം നമുക്ക് ചെയ്യാം കേട്ടോ. ഞാനൊന്ന് വളരെ എല്ലാവരും ഒന്ന് സൈലന്റ് ആയിട്ട് നിൽക്കാം. സൈലന്റ് ആയിരുന്നല്ലോ. എല്ലാവരും ഒന്ന് കണ്ണടയ്ക്കാം. കണ്ണടച്ചിട്ട് നല്ലൊരു സ്വപ്നം കാണാം മനസ്സിൽ. സ്വപ്നം കണ്ട് ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കുക, ചുണ്ട് മാത്രം, പല്ല് കാണിച്ചോണ്ടൊന്ന് ചെറുതായിട്ട് പുഞ്ചിരിക്കുക. പല്ല് കാണുന്നില്ല ആര്? പുഞ്ചിരിച്ചോ? പൂ വിരിയുന്നത് പോലെ. ഇതൊന്ന് ചിരിക്കുക എല്ലാരും പറഞ്ഞിട്ട്. ഒന്നുകൂടെ നന്നായിട്ട് ചിരിച്ചുകൊണ്ടിരുന്നോ? ചിരിച്ചുകൊണ്ടിരുന്നോ? ഇനി പൊട്ടിച്ചിരിച്ചോ? നന്നായിട്ട് പൊട്ടിച്ചിരിച്ചോ? നീ അട്ടഹസിച്ചോ? ഈ ഭാഗത്ത് തീരില്ല കേട്ടോ. നിങ്ങൾ റെഡി അല്ലെങ്കിൽ ഞാൻ നിർത്തും. ഒന്ന് അട്ടഹസിക്കുക എല്ലാവരും. ഓക്കെ, വെരി ഗുഡ്. ഇനി എല്ലാവരും ഒന്ന് സൈലന്റ് ആകാം, ഒന്ന് കണ്ണടയ്ക്കാം. ഇനി ഞാൻ പറയുന്ന സമയത്ത് വെറുതെ ഒന്ന് ദുഃഖം വരിക മുഖത്ത്. ദുഃഖം വന്നോ? ഇനി ചെറുതായിട്ട് ഏങ്ങി കരയില്ല. എല്ലാവരും എല്ലാവരും നീ കരഞ്ഞോ? പൊട്ടി കരഞ്ഞോ? നന്നായിട്ട് കരഞ്ഞോ? ഓക്കെ, വെരി ഗുഡ്. എന്തായാലും ഇവിടെയുള്ള എന്താ പറയുക, ഏഞ്ചൽ വാലീസ് എന്ന പ്രത്യേകം ഇവിടെയുള്ള ആളുകൾ വളരെ നല്ല ആളുകളാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം പല സ്ഥലത്തും പോയി കഴിഞ്ഞാലേ രക്ഷിതാക്കളായാലും അവിടെയുള്ള നാട്ടുകാരായാലും മസിൽ പിടിച്ചിരിക്കും. പക്ഷെ ഇവിടെ വളരെ നിഷ്കളങ്കമായിട്ടുള്ള ആളുകളാണെന്ന് എനിക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ എങ്ങനെയൊക്കെ ചെയ്യിച്ചത്. ഇനി ഇങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. കുറച്ച് കുട്ടികൾ റെഡിയാണോ? സമയമുണ്ടല്ലോ സിസ്റ്റർ? ഉണ്ടോ? എത്ര സമയം? ഓക്കെ. അതായത് നമ്മൾക്ക് എന്ത് വന്നാലും നമ്മുടെ ഉള്ളിൽ ഒരുപാട് വികാരങ്ങളുണ്ട് അല്ലേ? നമുക്ക് ചിരിക്കാൻ തോന്നുമ്പോൾ ചിരിക്കണം, കരയാൻ തോന്നുമ്പോൾ കരയണം, ദേഷ്യം വരുമ്പോൾ അത് ദേഷ്യം പിടിച്ച് തന്നെ പറയണം. ചില ആളുകൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ വികാരങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കി വെക്കും. ആ ഉള്ളിലുള്ള വികാരങ്ങൾ ഒതുക്കി വെക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തിയേറ്ററിൽ ഇതുപോലുള്ള എക്സസൈസുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ എക്സസൈസുകൾ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അഭിനയിക്കുന്ന നാടകത്തിലായാലും സിനിമയിലേക്കായാലും അഭിനയിക്കുന്ന സമയത്ത് നമുക്ക് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളായാലും കുട്ടികളിലേക്ക് ഞാനിപ്പോൾ എത്താൻ പോവുകയാണ്. ആദ്യം തന്നെ നമ്മൾക്ക് കുറച്ച് കുട്ടികൾ കൊണ്ട് വരിക. നമ്മുടെ ഉള്ളിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും, അംബീഷൻസ് ഉണ്ടാവും, പാഷൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളിൽ എന്തായി മാറണമെന്ന്. ഞാൻ ചിലപ്പോൾ ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ടോ വരുന്ന സമയത്ത്, ഈ സ്കൂളിൽ വീണ്ടും വരുന്ന സമയത്ത്, +2 ഒക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ ഏതെങ്കിലും ഉന്നത നിലയിൽ എത്തിയിട്ടുണ്ടായിരിക്കും. ഉണ്ടാവുമോ? അതെന്താണെന്ന് നിങ്ങളൊന്ന് സങ്കല്പിക്കാം. എന്നിട്ട് ഒരാളിവിടെ ഓടി വരുമോ? ഓടി വരണം ഇവിടെ, ഒറ്റയാള്. ആരാ? ആ ഇഷ്ടമുള്ളവർക്ക് ഓടി വരാം. ഓടിവാ. മടിയാണോ? ഓടിവാ. വെരി ഗുഡ്. നന്നായി കൈയടിക്ക്. ഇവാൻ എന്നാണ് പേര്. എന്ത് തന്നെ വന്നാലും നിങ്ങൾ ഓർമ്മിച്ച് വെച്ചോളൂ. ഇവാൻ വലിയ ആളോ, കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലെല്ലാവരും ഓർമ്മിക്കപ്പെടുന്ന ആളോ. ഇന്ന് തന്നെ ഇയാളുടെ കൂടെ നിങ്ങൾ എല്ലാവരും സെൽഫി എടുത്ത് വെക്കണം. അദ്ദേഹത്തെ കുറിച്ച് 2 വാക്ക് സംസാരിക്കും. ഇവാൻ ഓക്കെ അല്ലേ? എന്റെ പേര് ഇവാന്.
എൻ്റെ വീട് ഏഞ്ചൽ വാലിയില്. വീട്ടുപേര് കാര്യവേലി. ഞാൻ പഠിക്കുന്നത് 4ാം ക്ലാസ്സില്. പപ്പായുടെ പേര് ആന്റണി, അമ്മയുടെ പേര് ലീന. അമ്മ വന്നിട്ടുണ്ട്. ഞാൻ വലിയതാകുമ്പോ ഡോക്ടറാവും. അങ്ങനെ ഡോക്ടറായി കഴിഞ്ഞ് നിങ്ങൾ സങ്കല്പിക്കാം, ഒരാൾ ഓടി വരുമോ, ഒരു പേഷ്യൻ്റ് ആയിട്ട് ഒരു ഓടി വരും. ഏതെങ്കിലും കുട്ടികൾ ഇവിടുന്ന് നല്ല കലാകാരന്മാരില്ലേ, ഓടി വാ ഓടി വരുന്നില്ലേ? ഓക്കെ, നമുക്ക് ഇവാൻ വലിയൊരു ഡോക്ടറായി നമ്മുടെ ഇവിടെ ഏഞ്ചൽ വാലിയിൽ ഒരു വലിയൊരു ക്ലിനിക്കൊക്കെ വെച്ച് അങ്ങനെ വലിയ രാഷ്ട്രപതിയുടെ അടുത്തൊരു അവാർഡൊക്കെ കിട്ടി. അതിൻ്റെ ഭാഗമായിട്ടൊരു ആഘോഷ ചടങ്ങാണ് നടക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ഫാദർ തോമസ് അച്ഛൻ്റെ അടുത്തു നിന്നുള്ള ഒരു അംഗീകാരം കിട്ടാൻ പോവാണ്. അച്ഛനെന്ന് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രസിഡന്റ് ഒരു ബൊക്കെയിട്ട് വരണം. ഇവാനും എല്ലാവരും നന്നായിട്ട് കൈയടിക്ക്, വലിയൊരു ഡോക്ടർക്ക്. ഓക്കെ കൈയടിക്കൊന്നൂടെ. ഫാദർ 2 വാക്ക് സംസാരിക്കും, ഇവാന് വേണ്ടിയിട്ടും മറ്റുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടും. ഇവാനെ ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു. ഒരാൾ ഓടി വരാൻ പറഞ്ഞപ്പോൾ ആദ്യം തന്നെ ഓടി വന്ന് നമ്മുടെ ചീഫ് ഗസ്റ്റിനോട് സഹകരിച്ച് അവൻ ഡോക്ടറാകാനുള്ള ആഗ്രഹമൊക്കെ പ്രകടിപ്പിച്ചു. മിടുക്കൻ. അവൻ്റെ ആഗ്രഹം പോലെ ദൈവം അവനെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛാ, താങ്ക് യു പ്രസിഡന്റ്. ഇനി ആർക്കും ആഗ്രഹങ്ങൾ ആർക്കും വരുമോ? ബുക്ക് കയ്യിൽ വെച്ചോട്ടെ, ആർക്കും കൊടുക്കണ്ടേ. പ്രസന്റ് കിട്ടും, ഇവിടുന്ന് നല്ല ഗിഫ്റ്റ് കിട്ടും. ഓടി വരും ആരെങ്കിലും. അടുത്ത ആള് വരണ്ട്, കൈയടിക്ക്. ഓടിയോ? എൻ്റെ പേര് ബെനറ്റ്. ഞാൻ പഠിക്കുന്ന 4ാം ക്ലാസ്സിൽ. എൻ്റെ പപ്പയുടെ പേര് ഷൈൻ, എൻ്റെ അമ്മയുടെ പേര് ബീന. ഞാൻ വലുതാകുമ്പോൾ കാർ റേസിംഗ് ബെനറ്റ് വലുതാവുമ്പോൾ ലോക ചാമ്പ്യനാവും കാർ റേസിംഗില്. അങ്ങനെ കിട്ടിയെന്ന് സങ്കല്പിക്കുക നമ്മള്. അങ്ങനെ ഇവാന് നല്ല കൈയെടുക്കുക. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് കാലം കഴിഞ്ഞാൽ സ്കൂളിൽ വെച്ചിട്ട് തന്നെ വലിയൊരു ആഘോഷം ഉണ്ടാവും. ആ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് അന്ന് ഇവാനൊരു പ്രസന്റ് കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ സിസ്റ്റർ റോസിറ്റിയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ബെനറ്റ് കൂടെ PTA പ്രസിഡന്റോ അത് ഒക്കെ എടുക്കണേ. രണ്ട് വാക്ക് സംസാരിക്കാം. ഓക്കെ, ഞാനും അങ്ങേയറ്റം മെറിറ്റ് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം ഇപ്പോൾ എത്ര വയസ്സ്? 8 വയസ്സല്ലേ? 8 അല്ല 9, 4ാം ക്ലാസ് ആകുമ്പോൾ. എന്നാൽ ഇത്രയും ഓഡിയൻസിന് വിളിക്കുന്ന ഒരു ചീഫ് ഗസ്റ്റ് വിളിച്ചപ്പോൾ വരാനുള്ള ധൈര്യം ഞാൻ അങ്ങേയറ്റം അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. പിന്നെ ഒരു കാർ റേസിംഗ്, ഇപ്പോഴേ കാർ റേസിങ്ങിനുള്ള ടെൻഡൻസി ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്നറിയാം. ഓക്കെ, ലോക ചാമ്പ്യനായിട്ട് തീരട്ടെ. ഇതുപോലെ തന്നെ എല്ലാ കുട്ടികളിലും അതിനകത്ത് അവരുടെ ഉള്ളിൽ തന്നെയുള്ള കഴിവുകളും പൊട്ടൻഷ്യാലിറ്റിയും എല്ലാം ഉണ്ട്. അതിനെ ഒന്ന് എക്സ്പ്രസ് ചെയ്യാനുള്ള വേദികൾ കിട്ടുമ്പോൾ നമ്മൾ മാതാപിതാക്കൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ആഗ്രഹങ്ങൾ സഫലമാക്കി കൊടുക്കാൻ അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണം. കുട്ടിക്ക് അതിനുള്ള ദൈവാനുഗ്രഹം സമൃദ്ധമായിട്ട് കിട്ടട്ടെ. ഭാവിയിൽ നല്ലൊരു ലോക ചാമ്പ്യനായിട്ട് തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഒരാൾക്ക് കൂടെ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞത് വൈൻഡപ്പ് ചെയ്യാൻ പോകണം. പെട്ടെന്ന് ഓടി വരോ, ഓടിക്കോ, ഓടുതാ, ഓടിക്കോ. ആർക്കെ പഠിച്ച് ഓടിക്കോ, രണ്ടാളും ഓടിക്കാം. 2 പേരെത്തിയിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായില്ലേ? നിങ്ങളുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് ഇതുപോലുള്ള സർഗാത്മകമായിട്ടുള്ള കഴിവുകൾ, കലാപരമായിട്ടുള്ള കായികമായിട്ടുള്ള എല്ലാ കഴിവുകളുണ്ട്. പക്ഷെ അത് മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു കാണിക്കാനുള്ള മടി കാരണമാണ് നിങ്ങളിവിടെ ഇരിക്കുന്നത്. അത് ഇതുപോലെ പൊട്ടിച്ചെറിഞ്ഞ് വലിച്ചെറിഞ്ഞ് ഇതുപോലുള്ള വേദികളിലേക്ക് ഓടിക്കേറുമ്പോൾ നിങ്ങൾ നാളത്തെ ഇന്ത്യയിലെ നല്ല ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ മഹാന്മാരായിട്ട് മാറും. ഇപ്പൊ 2 കുട്ടികളുണ്ടോ? റെഡി അല്ലേ? എൻ്റെ പേര് ആദിനാഥ്. ഞാൻ പഠിക്കുന്നത്
4ാം ക്ലാസ്സിൽ. എൻ്റെ അമ്മയുടെ പേര് സജിത, എൻ്റെ അച്ഛൻ്റെ പേര് ജിനു. എൻ്റെ അമ്മ ഇവിടെ വന്നിട്ടുണ്ട്. അതെ, എനിക്കൊരു പൈലറ്റ് ആകാൻ ആഗ്രഹം. എനിക്ക് അച്ഛനാവാറുണ്ട്. ഓക്കെ, പേര് പറയും. എൻ്റെ പേര് അലസാനനി ലിജോ. വീട്ടുപേര് ചെറുക്കള. എൻ്റെ അമ്മയുടെ